ഹരിദാസേട്ടൻ പൊന്നാനിക്കാരനാണ്. എൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമാണ്. അച്ഛൻ അടുത്തയിടെയാണ് 92ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചത്. അപ്പോൾ അച്ഛനുമായിട്ട് വലിയ ആത്മബന്ധം ഹരിദാസേട്ടനുണ്ടായിരുന്നു. ഹരിദാസേട്ടൻ പറഞ്ഞു തന്ന പൊന്നാനിയുടെ അനുഭവങ്ങൾ തന്നെയാണ് കുട്ടിക്കാലം തൊട്ട് ഞാനും കേൾക്കുന്നത്. എന്നാൽ ഞാൻ പൊന്നാനിയിൽ ജനിച്ച ആളല്ല, പൊന്നാനി താലൂക്കിൽ ജനിച്ച ആളുമല്ല. എൻ്റെ ജന്മദേശം മഞ്ചേരിയിൽ ആനക്കയം പഞ്ചായത്തിൽ പൂക്കോട്ടൂർ പഞ്ചായത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന ആനക്കയം പഞ്ചായത്തിലെ പാപ്പിനിപ്പാറയാണ് എൻ്റെ ജന്മദേശം. ഞാനിവിടെ മലബാർ കലാപത്തെക്കുറിച്ചൊരു മലബാർ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതുമ്പോൾ എൻ്റെ ജന്മഗ്രാമമായ പാപ്പിനിപ്പാറയിൽ നിന്ന് അൻഡമാൻ വരെ ഉള്ള ഒരു യാത്രയുടെ പുസ്തകമായിരുന്നു അത്. ഹരിദാസേട്ടൻ പറഞ്ഞ പോലെ അതൊരു വലിയ വംശീയ വർഗീയ ലഹളയായിരുന്നു എന്ന രീതിയിലൊക്കെയുള്ള കള്ളക്കഥകൾ പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ നടത്തിയ ഒരു പ്രതിരോധമായിരുന്നു ഈ പുസ്തകം. അതിലേക്ക് എന്നെ നയിച്ചത് എൻ്റെ ഗ്രാമം തന്നെയാണ്. 16 പേരെയാണ് എൻ്റെ ഗ്രാമത്തിൽ വെടിവെച്ച് കൊന്നത്. വലിയ പട്ടാള നരനായാട്ട് നടന്ന ഗ്രാമമാണ് എൻ്റെ. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള അഗാധമായ സൗഹൃദമല്ലാതെ പാപ്പിനിപ്പാറയിൽ ഞാനൊന്നും തന്നെ കണ്ടിട്ടില്ല. ഞാനിപ്പോഴും ഓർക്കുന്നത്, എൻ്റെ തറവാട്ടിൽ ഒരു കാര്യസ്ഥൻ്റെയൊക്കെ റോള്, കാര്യസ്ഥനായിട്ട് വയ്ക്കാൻ മാത്രമൊന്നുമുള്ള സാമ്പത്തിക ശേഷിയൊന്നും അന്ന് ഞങ്ങൾക്കില്ല, ഏതാണ്ടൊക്കെ തകർന്നു പോയി. പക്ഷേ പലപ്പോഴും ഒരു കാര്യസ്ഥൻ്റെ റോളിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോയിരുന്നത് ഏലായി അലവി എന്ന് പറയുന്ന കരുത്തനായൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം അടുത്തുള്ള പല തറവാട്ടുകളിലും ഇതേപോലെ കരുത്ത സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മാമ്മൻ്റെ കളിക്കൂട്ടുകാരനായിരുന്നു. എൻ്റെ അമ്മേനെ ഓപ്പോളെ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അലവ്യാക്കാനെ എൻ്റെ അമ്മ 5ാമത്തെ ആങ്ങളായിട്ടാണ് കണ്ടിരുന്നത്. അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും ഞാൻ കണ്ടിട്ടില്ല. നോമ്പുകാലത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക്. എല്ലാ നോമ്പുകാലം വരുമ്പോഴും പാപ്പിനിപ്പാറ തന്നെയാണ് ഞാൻ ഓർക്കുക. ഞാൻ നോമ്പെടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ കുട്ടിക്കാലത്ത് തറവാട്ടിലെ കുട്ടികൾ, ഞങ്ങൾ നോമ്പെടുക്കാത്ത ഞങ്ങൾ കുട്ടികൾ നോമ്പിൻ്റെ എണ്ണം പിടിച്ചുകൊണ്ടിരിക്കും. 1-ാം നോമ്പ് 2-ാം നോമ്പ് നമ്മൾ എണ്ണം പിടിക്കുന്നത് 27-ാം രാവൊന്ന് വന്ന് കിട്ടാൻ വേണ്ടിയാണ്. അന്ന് വൈകുന്നേരം എൻ്റെ തറവാട്ടിൻ്റെ പിന്നാമ്പുറത്തെ കുന്നിൻ്റെ താഴ്വരയിൽ കഴിയുന്ന കുറേ മനുഷ്യരുണ്ട്. ഏലായി അലവ്യാക്കാൻ്റെ ഉപ്പ മൊയ്തീൻ അന്തമാനിലേക്ക് 21-ലെ കലാപത്തിൽ പങ്കെടുത്ത് അന്തമാനിലേക്ക് നാട് കടത്തപ്പെട്ട് പിന്നീട് തിരിച്ചു വന്ന് അദ്ദേഹം ഒരു കൃഷിക്കാരനായിട്ട് ജീവിച്ചത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. മിക്കവാറും ദരിദ്രരായിരുന്നു ആ കാലഘട്ടത്തിലെ. ഞങ്ങൾ ചുറ്റുപാടുമുള്ള മുസ്ലിം കുടുംബക്കാരെന്ന് പറഞ്ഞാൽ മിക്കവാറും ദരിദ്രരായിരുന്നു. നന്നേ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് എരുമപ്പാൽ കറന്ന് മഞ്ചേരി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് തിരിച്ചു വന്ന് പിന്നീട് ഏതെങ്കിലും കൃഷിപ്പണിയിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെ ജീവിക്കുന്ന ചെറുകിട കച്ചവടക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ ആ വീടുകളിൽ നിന്നൊക്കെ സന്ധ്യയാവുമ്പോൾ നെയ്യപ്പം കൊണ്ടുവരും. അപൂർവമായിട്ടാണ് നെയ്യപ്പം ഉണ്ടാവും. ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുടുംബത്തിലൊക്കെ ഏതെങ്കിലും ഒരു പൂജ വരുമ്പോൾ അല്ലെങ്കിൽ നവരാത്രി വരുമ്പോഴാണ് ഉണ്ണിയപ്പം തന്നെ ഉണ്ടാക്കുക. നമ്മളെ ഒന്നും പോലെ സമൃദ്ധിയിലൊന്നും അല്ല ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ 27-ാം രാവിൻ്റെ അന്ന് വൈകുന്നേരം അവർ ഈ അപ്പം ഉണ്ടാക്കിയിട്ട് അത് തേക്കിൻ്റെ ഇലയിൽ പൊതിഞ്ഞ് അവിടുത്തെ താത്തമാർ ഒക്കെ, നമ്മളെ ഉമ്മ എന്ന് ഞങ്ങൾ വിളിക്കുന്ന, താത്ത എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഈ വേനൽ, പ്രത്യേകിച്ചും വേനൽക്കാലമാകുമ്പോഴുള്ള നോമ്പുകാലം ഞാനിപ്പോഴും ഓർക്കുന്നത്, ചക്ക മൂത്ത് കഴിഞ്ഞാൽ ഈ ചക്ക നന്നാക്കാനായിട്ട് എല്ലാവരും ഉണ്ടാവും. എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ചക്ക നന്നാക്കുക. എന്നിട്ട് അതിൻ്റെ കുറേ ഒരു വിഹിതം അവർ കൊണ്ടുപോകും. അതിൽ ഹിന്ദു മുസ്ലിം വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ തന്നെ ഈ തേക്കിലയിൽ ഇങ്ങനെ തേക്കിൻ്റെ ഇലയിൽ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവരും ഈ അപ്പം. അന്ന് തൊട്ട് ഞാൻ വിശ്വസിച്ചൊരു കാര്യമുണ്ട്, ഇസ്ലാമിനെ
നെയ്യപ്പത്തിൻ്റെ രുചിയും ഗന്ധവുമാണ് എന്നായിരുന്നു എൻ്റെ ഒരു തോന്നൽ, ഒരു വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പുറകെ പോയിട്ട് തന്നെയാണ് ഒരു ബുദ്ധ ദർശനങ്ങളുടെ പുറകെ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ആ തരത്തിൽ വേണമെങ്കിൽ ഒരു ബുദ്ധ മത വിശ്വാസി എന്നൊക്കെ വേണമെങ്കിലൊക്കെ വിലയിരുത്താവുന്ന തരത്തിലാണ് എൻ്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. എന്നാൽ സൂഫി ധാരകളോട് എനിക്ക് അളവറ്റ അടുപ്പവും ഉണ്ട്. അങ്ങനെയുള്ള ഞാൻ പിൽക്കാലം പ്രവാചകനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഒക്കെ പഠിക്കാനുള്ള ഒരു പ്രേരണയാകുന്നത് ആ നെയ്യപ്പത്തിൻ്റെ സുഗന്ധവും അതിൻ്റെ രുചിയും തന്നെയാണ്. എപ്പോഴും ഓർക്കുന്ന ഇന്നത്തെ പോലെയില്ല, ഈ മതപ്രഭാഷണ പരമ്പര എന്ന രീതിയിലൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു മഹിലാർ വന്നിട്ട് ഇങ്ങനെ മതപ്രഭാഷണം നടത്തും. അപ്പോൾ അത് ഈ അത്താഴമൊക്കെ കഴിഞ്ഞിട്ടാവും പലപ്പോഴും പതിരാക്കാണ് ഈ മതപ്രഭാഷണം നടക്കുക. ആ സമയത്ത് മാത്രമാണ് മുസ്ലിം സ്ത്രീകളൊന്ന് പുറത്തിറങ്ങുക. എന്നിട്ട് ചൂട്ടും കത്തിച്ച് ആ ഇടവഴിയിലൂടെ അവരിങ്ങനെ കടന്നു പോകുന്ന ഒച്ച ഇങ്ങനെ കേൾക്കാം, അവർ സംസാരിക്കുന്ന. എന്നിട്ട് ഇരുമ്പുഴിപ്പുറത്ത് പോയിട്ട് വേണം ഈ മത പ്രസംഗം കേൾക്കാൻ. നല്ല മനുഷ്യരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, സ്നേഹസൗഹൃദങ്ങളെ മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ വേദനയുണ്ട് ഹരിദാസേട്ടാ ഇപ്പോൾ പറയുമ്പോൾ. എൻ്റെ ഗ്രാമത്തിലേക്കും കുറച്ചൊക്കെ വർഗീയത വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് സത്യത്തിൽ വലിയ ഒരു പ്രതീക്ഷയുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും ഈ വംശീയതയോ വർഗീയതയോ വില പോകുന്നില്ല എന്നത് ഈ ഹരിദാസേട്ടൻ പറഞ്ഞ പൊന്നാനി പാരമ്പര്യം ഉണ്ടല്ലോ, ആ പാരമ്പര്യം പൊന്നാനിയിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ മൊത്തത്തിൽ തന്നെയും. കാരണം ഇപ്പോഴും ഞാൻ കാണുന്നത് 1921 മലബാർ സ്വാതന്ത്ര്യ സമരം നടന്നു, അതാണല്ലോ വർഗീയമാണ് എന്നൊക്കെ പറഞ്ഞ സംഘപരിവാർ ആഖ്യാനം വരുമ്പോൾ ഈ മലബാർ സ്വാതന്ത്ര്യ സമരം നടന്ന അതിൻ്റെ ഭൂപ്രദേശമെന്ന് നമ്മൾ വിലയിരുത്തുന്ന ഗ്രാമങ്ങളിലാണ് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലെ ആഴമേറിയ സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളിലാണ്. അത് മലപ്പുറം ജില്ലയിൽ മുഴുവനുണ്ട്. പിന്നെ പൊന്നാനിയിൽ നേരത്തെ പറഞ്ഞ പോലെ വലിയ പാരമ്പര്യം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം. കസ്തൂർബ ഗാന്ധി വന്ന് താമസിച്ച വീടുണ്ടല്ലോ പൊന്നാനി, കരാങ്കുന്നത്ത് തറവാടുണ്ട്. അവിടെ കസ്തൂർബ ഗാന്ധി ഉപയോഗിച്ച ചർക്ക അവിടെ ഇങ്ങനെ ഒരു സ്മാരകമായി സൂക്ഷിച്ചിട്ടുണ്ട്. അതിനേക്കാൾ പിന്നെ മർത്യനെക്കുറിച്ചുള്ള ഒരു പൊന്നാനി എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്നത് മനുഷ്യനെക്കുറിച്ചുള്ള വലിയ 2 കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച 2 വലിയ എഴുത്തുകാരാണ്. മർത്യൻ സുന്ദരനാണ് എന്ന് പറഞ്ഞ ഉറൂബ്, അദ്ദേഹത്തിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന നോവൽ. മാത്രമല്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു മതം മാറിയ ഒരു മനുഷ്യനെ, ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് വന്നൊരു മനുഷ്യനെ ആ നോവലിൽ എത്ര തേജസ്വിയായ കഥാപാത്രമായിട്ടാണ് അദ്ദേഹം കടന്നു വരുന്നതെന്ന് മാത്രം ഓർത്താൽ, ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ എന്ന് പറഞ്ഞ ഉറൂബ്, അദ്ദേഹം തൂലികാനാമമായി സ്വീകരിച്ച ഉറൂബ് എന്ന് പറഞ്ഞ വാക്ക് പോലും ഒരു അറബി വാക്കായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കണം. അതൊരർത്ഥത്തിൽ ഉറൂബിനെ പ്രചോദിപ്പിക്കുന്നത് ഇതേ മർത്യനെക്കുറിച്ചുള്ള ഇത്രയും വിശാലമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ച മറ്റൊരു വലിയ പൊന്നാനി കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ.